കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 2019 തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആനുവൽ സ്റ്റാർ, അതായത് ഓരോ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫെങ്ഷുയിയുടെ കണക്ക്. അപ്പോൾ ഒരു ദിക്കിലും ഈ നക്ഷത്രങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. എല്ലാ വർഷവും ചന്ദ്രമാസത്തെ ബേസ് ചെയ്തിട്ട് അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഈ ചൈനീസ് ഇയർ ചേഞ്ച് ആകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഓരോ ദിക്കിലും ഓരോ പുതിയ നക്ഷത്രങ്ങൾ വരും. അപ്പോൾ അവിടെ ഉദാഹരണത്തിന് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രം അവിടെ നിന്ന് മാറി മറ്റൊരു ദിക്കിലേക്ക് പോവുകയും കിഴക്ക് ഭാഗത്ത് പുതിയൊരു നക്ഷത്രം വരികയും ചെയ്യും. അങ്ങനെ 2019 തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്ന് നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് യെല്ലോ സ്റ്റാർ 5 എന്ന് പറയുന്ന നക്ഷത്രമാണ്. ഈ യെല്ലോ സ്റ്റാർ 5ൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് എന്നുള്ളൊരു സ്റ്റാറാണ്. അപ്പോൾ ഇത് വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ സ്വഭാവം ഉറപ്പായിട്ടും അത് കാണിക്കും. അപ്പോൾ ആ റൂം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഈ വർഷം കന്നിമൂലയിലാണ് ഈ 5 വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കന്നിമൂലയിൽ കിടക്കുകയോ അല്ലെങ്കിൽ കന്നിമൂലയിൽ ഇരുന്ന് നമ്മൾ എൻട്രൻസ് വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് എൻട്രൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും ആ ഒരു ദോഷം ബാധിക്കും. അതല്ല ബെഡ്റൂം ആണെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ആ ദോഷം ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ദോഷങ്ങളെ മറികടക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ഈ 5 എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഈ 5 എലമെൻറ്റ് പഗോഡ എന്ന് പറയുന്നൊരു ടൂൾ ഒരു വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷാവർഷം ഈ 5 ഇങ്ങനെ മാറി വേറെ ഡയറക്ഷനിലോട്ട് വരും. ഇപ്പോൾ 2019 അത് സൗത്ത് വെസ്റ്റിൽ നിൽക്കുകയാണ്. ഇപ്പോൾ 2020 ഫെബ്രുവരി ആദ്യത്തോടു കൂടി ഇത് കിഴക്ക് ഭാഗത്തേക്ക് മാറാം. അപ്പോൾ ഇത്തരത്തിലൊരു ടൂൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഇപ്പം വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് 2020 ആകുമ്പോഴത്തേക്ക് അത് എടുത്ത് ഈസ്റ്റിലേക്ക് വയ്ക്കാം. അതിൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ അത് മറ്റൊരു ഡയറക്ഷനിലോട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് വരാവുന്ന ദോഷങ്ങളെ പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ കന്നിമൂലയിൽ വെക്കാൻ പറ്റുന്ന മറ്റൊരു, അതായത് ഈ വർഷം 2019 വെക്കാൻ പറ്റുന്ന മറ്റൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു റെമഡിയാണ്. അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റലിൻ്റെ അതായത് ചില്ല് കുപ്പിക്കകത്ത് നിറച്ച് കല്ലുപ്പിടുക. കല്ലുപ്പിട്ടതിന് ശേഷം അതിൻ്റെ ഒരു 80% കല്ലുപ്പും 10% വെള്ളവും എന്നുള്ള രീതിയിൽ അതിനെ ക്രമീകരിക്കുക. അതിനകത്ത് 6 ചൈനീസ് നാണയങ്ങൾ പറക്കി വയ്ക്കുക. അതിൻ്റെ 4 ലെറ്റേഴ്സ് ഉള്ള സൈഡ് മുകളിൽ വരത്തക്ക രീതിയിൽ വേണം ഇത് വയ്ക്കാൻ. എന്നിട്ട് ചെറിയൊരു സിൽവറിൻ്റെ പീസും കൂടെ ഈ വെള്ളത്തിലിടുക. വെള്ളത്തിലിട്ടതിന് ശേഷം ഈ കുപ്പിയുടെ അടപ്പ് അടയ്ക്കുക. അടച്ചതിന് ശേഷം അതിനകത്തൊരു 5-6 ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് അടിയിലൊരു തട്ടം വെച്ചതിന് ശേഷം കന്നിമൂലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതുകൊണ്ട് വെക്കുകയാണെങ്കിൽ ഈ 5 എന്ന് പറയുന്ന സ്റ്റാറിൻ്റെ ദോഷം പരമാവധി കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നെഗറ്റിവിറ്റി ഉള്ള അനുസരിച്ചിട്ട് ഇത് പതഞ്ഞ് വെള്ളം മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ റൂമിൽ വിടാതിരിക്കാനാണ് അടിയിൽ തട്ടം വയ്ക്കുന്നത്. അപ്പം നമ്മൾ കൊച്ചുകുട്ടികളോ നമ്മൾ ആരും ചെന്ന് പിന്നെ അതിൽ തൊടാൻ പാടില്ല. 6 മാസമാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 2 തവണ അത് വെക്കേണ്ടി വരും. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അത് നമ്മൾ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് നമ്മുടെ കയ്യിൽ പറ്റാതെ നമ്മളതെടുത്ത് പുറത്ത് എവിടെയെങ്കിലും ആൾക്കാർ ചവിട്ടാത്തയോ ഉപയോഗിക്കാത്തതായിട്ടുള്ള സ്ഥലത്ത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒട്ടേറെ സപ്പോർട്ട് ചെയ്യും.